ശ്രീ മമ്മി സെഞ്ചുറി, ഈ ശ്രീനിവാസൻ എന്ന നടൻ ഒരുപക്ഷെ മലയാളിക്ക് മറ്റൊരു അലങ്കാരങ്ങളില്ലാതെ അവൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ ജീവിതത്തിലേക്ക്, അവൻ്റെ തീന്മേശയിലേക്ക് എപ്പോഴും ഇറങ്ങിച്ചെല്ലുന്ന കഥാപാത്രങ്ങളുടെ സൃഷ്ടാവാണ്. അദ്ദേഹം വിട പറയുന്നത് വലിയ നഷ്ടമാണ്. എങ്ങനെയാണ് ശ്രീനിവാസനെ താങ്കൾ ഓർക്കുന്നത്? മമ്മി സെഞ്ചുറി. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെ ചെറിയ നിലയിൽ നിന്നും മലയാള സിനിമയിലെത്തിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ഒരാളാണ്. ശ്രീനിവാസൻ ചെയ്ത സിനിമകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ ഇത്രയും മലയാളികളുടെ മനസ്സിനെ പിടിച്ചിരുത്തിയ സിനിമകൾ മറ്റുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെയാണ് എന്റെ ഒരു സംശയം. കാരണം നമുക്കറിയാം, സന്ദേശം എന്ന സിനിമ രാഷ്ട്രീയപരമായി ഇത്രയും വ്യക്തമായി തുറന്നു കാട്ടുന്ന, അതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ സിനിമ വേറെ മറ്റൊന്നില്ല എന്നതാണ് എന്റെ അഭിപ്രായം. അതുകൂടാതെ നമുക്കറിയാം, വടക്ക് നോക്കി യന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള തുടങ്ങിയ മലയാളികളെ ഏറ്റെടുത്ത സിനിമകളാണ് ഇതൊക്കെ. 90 കാലഘട്ടങ്ങളിൽ ശ്രീനിവാസന്റെ സിനിമകൾ കാണാൻ ഉള്ള തിരക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് നല്ല സിനിമകൾ മമ്മൂക്കായും മോഹൻലാലിനെയൊക്കെ വെച്ച് അദ്ദേഹം തിരക്കഥ എഴുതി ഒപ്പം അഭിനയിച്ച സിനിമകൾ, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയും നല്ല സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ മലയാളക്കരയാകെ, മലയാളികൾക്ക് മൊത്തം ദുഃഖമുണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. അതുപോലൊരു തിരക്കഥാകൃത്തിനെ, അതുപോലൊരു നടന് മലയാള സിനിമയ്ക്ക് കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. ഈ ശ്രീനിവാസൻ എന്ന പ്രതിഭ വിടവാങ്ങുമ്പോൾ അതൊരു വലിയ വിടവ് തന്നെയാണ്, അതൊരു ശൂന്യതയാണ്. യഥാർത്ഥത്തിൽ സമകാലികമായി നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തിരക്കഥ ഒരിക്കലും പകരം വെക്കാനാകില്ല. അങ്ങനെ പകരം കമ്പയർ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ തിരക്കഥാകൃത്തുകളും അല്ലെങ്കിൽ ഈ ശ്രീനിവാസനെ ഏതർത്ഥത്തിലാണ് മാതൃകയാക്കേണ്ടത് താങ്കളുടെ ഒരു നിലപാടിൽ? അല്ല, ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസൻ എഴുതാൻ പറ്റുന്ന കഥകൾ മാത്രമേ, തിരക്കഥകൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അദ്ദേഹം വലിച്ചുവാരി സിനിമ ചെയ്യുന്ന, അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ, അദ്ദേഹത്തിന് തൃപ്തിയായാൽ മാത്രമേ അദ്ദേഹം സിനിമ ചെയ്യാറുള്ളൂ. പല സിനിമകൾക്കും അതുപോലെ തന്നെ സെറ്റിലിരുന്നു കൊണ്ട് സ്ക്രിപ്റ്റ് തിരുത്തി ചെയ്ത ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. സാധാരണ നിങ്ങൾ നിർമ്മാതാക്കളൊക്കെ എതിർക്കുന്ന ഒരു സംഭവമാണ് കാരണം ഈ സെറ്റിൽ വന്നിരുന്ന് തിരക്കഥ എഴുതുന്നത്. പക്ഷേ ശ്രീനിവാസൻ അത് എഴുതിയാൽ, നേരത്തെ വിനു കിരിയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു സീൻ എടുത്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ പിറ്റേന്ന് എടുക്കുന്നത് ക്ലൈമാക്സ് സീനാണെങ്കിൽ 38 സീനുകൾ കഴിഞ്ഞുള്ള ഒരു സീനാണെങ്കിലും ഒക്കെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ എല്ലാവിധ ഒറിജിനാലിറ്റിയോടും കൂടി ബെറ്ററായി ആ സൈറ്റിൽ ഇരുന്നുകൊണ്ട് എഴുതാൻ അദ്ദേഹത്തിനൊരു കഴിവുണ്ടായിരുന്നെന്ന്. അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അദ്ദേഹം ആ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ആദ്യം ചിലപ്പോൾ ആദ്യത്തെ സിനിമയിലൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അതിന്റെ സംവിധായക നിർമ്മാതാവിനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു കാണും. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഒരുപാട് സിനിമകളുണ്ട്. എന്റെ സ്നേഹിതനായിരുന്നു വിന്ധ്യൻ നിർമ്മിച്ച പടമാണ് വടക്ക് നോക്കി യന്ത്രം. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു, ആ സിനിമ പ്ലാൻ ചെയ്തു, ആ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി എല്ലാവരും സംഘടിച്ച് വന്നപ്പോൾ ആ സ്ക്രിപ്റ്റില് ശ്രീനിവാസന് എന്തോ ഒരു സംശയം, അത് അത്ര പോരാ എന്നുള്ള സംശയം. അപ്പോ അതിനു മുൻപ് ഒരു ചെറിയ ത്രെഡ് അദ്ദേഹം വിന്ധ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിന്ധ്യൻ പറഞ്ഞു, അന്ന് എന്നോട് പറഞ്ഞ ആ ത്രെഡ് ഒന്നും കൂടി ആലോചിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ത്രെഡായിരുന്നു ഒരു ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്. അതാണ് വടക്ക് നോക്കി യന്ത്രമായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എഴുതി അദ്ദേഹം സംവിധാനം ചെയ്തത്. പുള്ളി തന്നെ അഭിനയിച്ച ആണല്ലോ. പിന്നെ പാർവതിയും അതുപോലുള്ള ആർട്ടിസ്റ്റുകളാണ് പിന്നെ ഉണ്ടായിരുന്നത് പടത്തില്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റി. അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയമായി തീരുകയും ചെയ്തു. അപ്പോ ശ്രീനിവാസന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ് ഈ സെറ്റിലിരുന്ന് എഴുതുക,
അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. മാത്രം എന്ന് പറയുമ്പോൾ വേറെ തിരക്കഥാകൃത്തുകളൊന്നും അങ്ങനെ ശ്രമിക്കരുതെന്നൊരു നിർമ്മാതാവാണ് ഉണർന്നത് മമ്മി സെഞ്ചുറിയിൽ. അല്ല, അങ്ങനെയല്ല. ശ്രമിച്ചാൽ പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും നിർമ്മാതാവിനും സംവിധായകനും ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ആള് എഴുതുന്നോടത്ത് കുഴപ്പമുണ്ടായിട്ടല്ല. അതുപോലെ എനിക്ക് ഒരു അനുഭവം കൂടിയുണ്ട്. ഞാൻ ഈ മുദ്ര ഫിലിംസിന്റെ ശശി നിർമ്മിച്ച മോഹൻലാൽ പടത്തിന്റെ ഗാനങ്ങൾ കാസറ്റിന് വേണ്ടി ഞാൻ അവരുമായിട്ട് ബിസിനസ് നടത്തി. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ഒരാഴ്ച മുമ്പ് എന്നോട് അതിന്റെ നിർമ്മാതാവ് വിളിച്ചു പറഞ്ഞു, മോഹൻലാലിന്റെ ഡേറ്റ് ശരിയായില്ല, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വേറൊരു പടം തുടങ്ങാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ തന്നെ എഴുതിയ മോഹൻലാലിന്റെ പടം മാറ്റിവെച്ചുകൊണ്ട് ഏതാണ്ട് നിസ്സാര ദിവസം കൊണ്ട് എഴുതിയുണ്ടാക്കിയ പടമാണ് ശ്രീനിവാസനും ജയറാമും അഭിനയിച്ച സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഒരു ചിത്രം. സിദ്ധേഷ്ടന് മണിയായിട്ട് അഭിനയിച്ച ചിത്രം. പടത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോ അതും മലയാളത്തിലെ ഏറ്റവും ഹിറ്റിലൊന്നാണ്. 100 ദിവസം അത് എല്ലാ തിയേറ്ററിലും ഓടിയവരാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പുള്ളിയുടെ ലിസ്റ്റില്. അത് വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ശ്രീനിവാസൻ.